കുറച്ച് മാത്രമേ അള്ളാഹുവിനെ അവർ ഓർക്കാറുള്ളൂ നമസ്കാരത്തിൽ. കാമു കുസാല, അവർ അലസതയോടെയാണ് നമസ്കരിക്കുന്നത്. ചില ആളുകളുടെ നിസ്കരിക്കാൻ ഇങ്ങനെ കൈയിട്ടിട്ട് ഒരു വല്ലാത്ത ഒരു നിപ്പ്. നമസ്കരിക്കാൻ കൈകെട്ടിയാൽ തന്നെ പല ചിന്ത. ഉടനെ തന്നെ അവർ അടുത്ത പരിസരത്തേക്കുള്ളവരെ നോക്കും, അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രപാഠങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട സുലൈമാൻ എന്ന് പറയുന്ന ഒരു മഹാനവറുകൾ അദ്ദേഹം പറയും, വലിയൊരു മഹാനാണ്. ആ പണ്ഡിതൻ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയാൽ, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ വീട്ടുകാരോട് പറയും, തഹദ്ദസു, നിങ്ങൾ സംസാരിച്ചോളി, നമുക്കൊരു പ്രശ്നവുമില്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ മാത്രമേ, അദ്ദേഹം നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ മാത്രമേ വീട്ടിലുള്ളവർ സംസാരിക്കുകയുള്ളൂ. ഒച്ചയിടുമായിരുന്നു, പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഫലം യഅരിഫുഹു, അദ്ദേഹം അതൊന്നും അറിയുകയില്ല. പക്ഷേ നമസ്കാരമല്ലാത്ത സമയത്ത് അദ്ദേഹം ഇരിക്കുമ്പോ ആരും സംസാരിക്കാൻ അനുവാദം കൊടുക്കുകയില്ല. ഒച്ചയിടുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നിങ്ങൾ സംസാരിച്ചോളി, ഇദ്ദേഹം തന്നെ അനുവാദം കൊടുക്കും. എന്നിപ്പോ നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോഴേ പറയും, ഇവിടെ ടേപ്പ് നിർത്ത്, മൊബൈൽ നിർത്ത്, എല്ലാം ആകെ മൊത്തം നമ്മുടെ കൺഫ്യൂഷൻ മൊത്തം പോയി, കോൺസെൻട്രേഷൻ എല്ലാം പോയി. എങ്ങനെയാണ്? ഓരോരോ പ്രശ്നങ്ങൾ മൊബൈലിന്റെ പേരിൽ അല്ലെങ്കിൽ സംസാരത്തിന്റെ പേരിൽ മൊത്തത്തിൽ നമുക്കൊരു പ്രശ്നങ്ങളാണ്. നമസ്കാരത്തിലൊരു സന്തോഷം കിട്ടുകയില്ല, ഒരു ആത്മാർത്ഥത കിട്ടുകയില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. മഹാന്മാരുടെ ചരിത്രപാഠങ്ങൾ ഇങ്ങനെയാണ്. നമസ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞാൽ സംസാരിച്ചോളാൻ പറയും. നിങ്ങൾ സംസാരിച്ചോ, എനിക്ക് സംസാരമൊന്നും വിഷയമേ അല്ല. ആ ഒരു നമസ്കാരം അല്ലാഹു നമുക്ക് തരട്ടെ. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ അടിമ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ലാ യുക്തബു ലഹു ഇല്ലാ നിസ്ഫുഹാ വറുബുഹാ വസുലുസുഹാ വഖുമുസുഹാ വസുദുസുഹാ. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന്റെ നമസ്കാരത്തിന്റെ പകുതിയോ, 1/3, 4/1, 5/1, 6/1, ഔ ഉശുറുഹാ, ഇല്ലെങ്കിൽ 10/1 മാത്രമേ സവാബ് എഴുതപ്പെടുകയുള്ളൂ. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോ ശ്രദ്ധിച്ചോളി, നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താവും, 60 വർഷമായിട്ട് ഇന്ന് വരെ ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നമാ യുക്തബു ലിൽ മുസല്ലീന മാ അഖല. ഏതൊരു സത്യവിശ്വാസിനിയും ചിന്തിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഓർത്ത് നമസ്കരിച്ചോ, ആ നമസ്കാരത്തിൽ എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ് അള്ളാഹയെ ഓർത്തുവോ, എത്ര സമയം അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചുവോ, അതല്ലാതെ അതിൽ അല്പം പോലും കൂടുതൽ രേഖപ്പെടുത്തുകയില്ല. നിസ്കാരം ശ്രദ്ധിച്ചോളി. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി 4 റക്അത്ത് അടിച്ച് വീടുമല്ലോ നമ്മൾ. ഈ 4 റക്അത്തിനകത്ത് അല്ലാഹു സ്വീകരിക്കുന്നത് 10ൽ 1 നന്മയായിരിക്കും, 9ൽ 1 8ൽ 1 7ൽ 1 6ൽ 1 3ൽ 1 അല്ലാഹു സ്വീകരിക്കുന്നത്. എങ്ങനെ അത്? ഈ നമസ്കാരം നമ്മുടെ ചിന്തകൾ നമ്മളെ അലട്ടിക്കളയുന്നു, നമസ്കാരത്തിൽ നിന്ന് നമ്മളുടെ ചിന്തകളെ തെറ്റിച്ചു കളയുന്നു. അപ്പോൾ ആരൊരാൾ അതിൽ നിന്നെല്ലാം ഒഴിവായി പരിപൂർണമായി അള്ളാഹുവിലേക്ക് പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്തയോടുകൂടി എത്ര സെക്കൻഡ് നിൽക്കുന്നുവോ അത് മാത്രമേ എഴുതപ്പെടുകയുള്ളൂ, ബാക്കിയൊന്നും എഴുതപ്പെടുകയില്ല, രേഖപ്പെടുത്തപ്പെടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയൊന്നും രേഖപ്പെടുത്തുകയില്ല. മനസ്സിലായോ? നിസ്കരിക്കുന്നവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഏതെല്ലാം ചിന്തകൾ വെച്ചോണ്ട് നമ്മൾ നിസ്കരിക്കുക, 10ൽ 1 നമുക്ക് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ പരിപൂർണതയിൽ എത്തിക്കുമാറാകട്ടെ, പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതിനാണ് സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നത്. സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഫർള് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരം, ദുആ കഴിയ, ചാടി എഴുന്നേറ്റ് പോവുക. ഫർള് നിസ്കാരമോ സമയത്ത് ലാസ്റ്റിൽ വന്ന് എങ്ങനെയോ ഓടിച്ചിട്ട് നിസ്കരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. അതാണ് മുനാഫിഖീങ്ങളുടെ നിസ്കാരം, പടപടാന്നുള്ള നിസ്കാരം. പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ
സല്ലാ റജുലുൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ ഫീനാ. ഹബീബായ തങ്ങൾ ഞങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ പാടെ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഫസല്ലമ അലൈഹി, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ സലാം പറയുകയാ. ഫറദ്ദ അലൈഹി സലാം, സലാം അടക്കിയ ശേഷം നബി തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏ സഹോദരാ, ഇർജി, മടങ്ങോ, ഫസല്ലി, നമസ്കരിക്കോ, ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല, പോ. നബീന റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുകയാ. ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുന്നു, നമ്മൾ കാണുന്നു. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പോ ഇവിടെ ഫിത്ന മജ്ലിസൊക്കെ ഉണ്ടല്ലോ, ഓരോ പള്ളികളിൽ ഉണ്ടല്ലോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഓരോരുത്തർ നിസ്കരിക്കുക, അവന്റെ പാൻറ് കണ്ടില്ലേ, അവന്റെ ഉപ്പൂറ്റിയുടെ അഴുക്ക് കണ്ടില്ലേ. ഈ പിറകി നിൽക്കുന്ന ഒരു ഇമാമിനെ നോക്കുന്ന പോലെ മുൻസഫി നിൽക്കുന്നവര് പിറകി സഫുകാരെ നോക്കും. ഓരോരുത്തർ അവനിട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് മുഴുവനും നോക്കും. പിറകി നിസ്കാരം കഴിഞ്ഞ ഉടനെ മുണ്ടേ ഇച്ചിരി കീറിയിട്ടിട്ടുണ്ട് നിസ്കാരത്തില്. മുണ്ട് കീറിയെന്ന കാര്യം ഇയാൾ നിസ്കാരത്തിലാണ് കണ്ടത്. അപ്പൊ ഇവന്റെ നോട്ടം എങ്ങോട്ടായിരിക്കും, എങ്ങോട്ടായിരിക്കും ഇവന്റെ ചിന്ത എന്തായിരിക്കും? ഇപ്പൊ നമസ്കാരത്തിൽ തെറ്റ് വരും, നമ്മൾ ആർക്കും അറിയില്ല. നിസ്കാരം തെറ്റുമ്പോ ഫ്രണ്ടിൽ എല്ലാവരും, ചിലർ സുബ്ഹാനല്ലാഹ് പറയണോ വേണ്ടായോ, തെറ്റിയോ ഇല്ലയോ ഒരു സംശയം. ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി പ്രശ്നമായി തീരുവോ, ഉസ്താദ് ജുമായ്ക്ക് ഇനി വെറുതെ സുബ്ഹാനല്ലാഹ് വിളിച്ച് പറഞ്ഞു ജുമായ്ക്ക് പറഞ്ഞാലോ. ചിലപ്പോൾ തെറ്റിക്കാണ് ഇയാൾക്ക് ഒരു ഉറപ്പാ, പക്ഷെ എന്നാൽ ഒരു കൺഫ്യൂഷൻ, എന്നാ പിന്നെ പറയണ്ട, പോട്ടെ, ആരെങ്കിലും വേറെ ആൾ പറയുമോ നോക്കട്ടെ. ചില ആളുകൾ ഇങ്ങനെ ഇരുന്നുണ്ട്, തെറ്റിയതുപോലെ അടുത്തിങ്ങനെ തോണ്ടി കൊടുക്കും, തെറ്റിയെന്ന് തോന്നുന്നു ഉസ്താദ്, പതുക്കെ ഒന്ന് തോണ്ടി കൊടുക്കും. അപ്പൊ അപ്പൊ ഇങ്ങനെ മൂളും. ഇങ്ങനെക്കറിയില്ല, ഇങ്ങനെ വേറെ ഏതോ ലോകത്ത ബഗ്ദാദിൽ ഇങ്ങനെ കൈകെട്ടിയതിനു ശേഷം അപ്പൊ ഇങ്ങനെ തോണ്ടിയപ്പോ ഇങ്ങനെ എന്തിനാ തോണ്ടിയ എല്ലാ പണ്ടിൽ ആരാണ്ട പറയുന്ന പോലെ പെണ്ണുങ്ങൾ തറാവി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പൂച്ച കാണ്ട ചാടി. അപ്പൊ ഒരു പെണ്ണുമ്പിള്ള പൂച്ച. അപ്പൊ അടുത്ത തണ്ടൊരു പെണ്ണുമ്പിള്ള, നിസ്കാരത്തിലില്ലയോ നീ? അപ്പൊ വേറൊരു പെണ്ണുമ്പിള്ള, നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തിലായി. നിസ്കാരത്തിൽ എല്ലാരും മൂന്നാമത് 10 കൊടുത്താണല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തില്ല. അപ്പൊ അവരുടെ 10 എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ചില ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നതാണ്, മുകളിലോട്ട് വാച്ചോട്ടൊക്കെ നോക്കുന്നതാണ്. നിസ്കാരത്തിലാണ്. എന്താ ഇത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബാക്കൾ ഒരുപക്ഷെ മുകളിലോട്ട് നോക്കിയിരുന്നു. അപ്പോഴാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിങ്ങൾ നമസ്കാരത്തിൽ താഴോട്ട് നോക്കണമെന്ന് ആയത്ത് ഇറങ്ങിയത്. അതോടുകൂടി അവർ നോട്ടമൊക്കെ നിലം താഴോട്ടാക്കി, പിന്നെ മുകളിലോട്ട് നോക്കാറില്ല. അപ്പൊ നമസ്കാരം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കണം. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇദാ ഇന്നൽ അബ്ദ ഇദാ ഖാമ ലിസ്സലാ റഫഅല്ലാഹു സുബ്ഹാനഹു ബൈനഹു വബൈന അബ്ദിഹി അൽ ഹിജാബ്. നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോ, നല്ല ഒരു ഹദീസായത്, നല്ല ഒരു ഹദീസാണിത്. നമ്മൾ നമസ്കരിക്കുന്നത് ആരുടെ മുന്നിലാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ നമസ്കാരത്തിലുള്ള ടേസ്റ്റ് കിട്ടാത്തത്? ഇന്നൽ അബ്ദ, ഒരടിമ, ഇദാ ഖാമ ലിസ്സലാത്തി, നമസ്കരിക്കാൻ അവൻ നിന്ന് കഴിഞ്ഞാൽ, റഫഅല്ലാഹു സുബ്ഹാനഹു അൽ ഹിജാബ ബൈനഹു വബൈന അബ്ദിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിലുള്ള മറ പടച്ച തമ്പുരാൻ തുറക്കും. പിന്നെ നേരിട്ട് ആരെ കാണുന്നു? അല്ലാഹുവും നീയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല സാധനത്തിന്. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അല്ലാഹു പറയാൻ, നബി തങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണിത്. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അല്ലാഹുവും അടിമയും തമ്മിൽ ഇടയിലുള്ള ആ ഒരു മറയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കിക്കളയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മറ നിന്റെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. നീ റബ്ബിന്റെ മുഖത്ത് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഈ രഹസ്യം നീ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മൽതഫത, ആ റബ്ബിന്റെ മുഖത്ത് നിന്ന് നിന്റെ മുഖത്തെ തിരിക്കാൻ നീ തയ്യാറാകുമായിരുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള നമസ്കാരം. അപ്പോ ഒരു വിശ്വാസികളെ അപേക്ഷിച്ചിടത്തോളം ആ വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുനാഫിക്കീങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിലൂടെ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നമസ്കരിച്ചു, ഞങ്ങളും ഹബീബായ തങ്ങളും നമസ്കരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ റസൂൽ ഇരിക്കുമ്പോ സല്ലാ റജുലുൻ, ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാ. ഫജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹളറത്തിലേക്ക് അദ്ദേഹം വന്നുകൊണ്ട് ഫസല്ലമ അലൈഹി, നബി തങ്ങൾക്ക് സലാം പറഞ്ഞു അത്രേ. ഫറദ്ദ അലൈഹി, ഹബീബായ തങ്ങളെ സലാം മടക്കിയിട്ട് പറഞ്ഞു ഇർജിഅ ഫഇന്നക ലം തുസല്ലി, പോയി മടങ്ങ്, പോയി നിസ്കരിര്, നീ ഇതുവരെയ്ക്ക് നിസ്കരിച്ചിട്ടില്ല. ഫറജ, അദ്ദേഹം മടങ്ങി. ഫസല്ല കമാ സല്ല, ആദ്യം നമസ്കരിച്ചതുപോലെ തന്നെ വീണ്ടും നമസ്കരിച്ചു. വീണ്ടും നബി തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു. ഫസല്ലമ അലൈഹി, ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലി. ഫറദ്ദ അലൈഹി, നബി തങ്ങൾ മടക്കി. ഫഖാല, വീണ്ടും പറഞ്ഞു ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോ നിസ്കരിര്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്നാമത് വീണ്ടും നമസ്കരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് സലാം പറയുകയും നബി തങ്ങളെ സലാം അടക്കുകയും ചെയ്തപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇർജിഅ ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. 3 പ്രാവശ്യം ഒരേപോലെ നമസ്കരിച്ച ചെറുപ്പക്കാരനായ സഹാബി നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ, അങ്ങയെ ഏതൊരു റബ്ബാണോ സത്യത്തിന്റെ മതവും സത്യത്തിന്റെ ദൂതനുമായി നിയോഗിച്ചത്, മാ ഉഹ്സിനു ഗൈറ ഹാദാ, ഇങ്ങനെ അല്ലാതെ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല നബിയേ എന്ന് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കേണ്ട വിശ്വാസികളെ നമസ്കരിക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കുകയാ. ഇദാ ഖുംത ഇലസ്സലാഹ്, ആരൊരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ അവൻ നിന്നുകൊള്ളട്ടെ നമസ്കാരത്തിലേക്ക്, പരിപൂർണമായി നല്ല മനസാന്നിധ്യത്തോടെ നിന്നുകൊള്ളട്ടെ. ആരെങ്കിലും നമസ്കരിക്കാൻ തയ്യാറായാൽ സ്റ്റഡിയായി നല്ലതുപോലെ നിവർന്ന്, ഒടിച്ചു കുത്തിയതുപോലെ ആകാതെ, വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആകാതെ, പ്ലാസ്റ്റിക് കോഴിയെ പോലെ ആകാതെ നല്ല നിവർന്ന് സ്റ്റഡി ആയിട്ട് നിന്നുകൊള്ളട്ടെ. ثم قرأ ما تيسر معك من القرآن, നിനക്കറിയാവുന്ന ഖുർആനിന്റെ സൂറത്തുകൾ നീ ഓതിക്കൊള്ളുക. നിനക്കറിയാവുന്ന മഅക, നിന്നോടൊപ്പം ഉള്ള ആയത്ത്, നിന്റെ അടുക്കൽ ഏത് സൂറത്താണ്, ഏത് ആയത്താ ഉള്ളത്, നിനക്കറിയാവുന്ന ഏതാ, നല്ലവണ്ണം അറിയാവുന്ന ഏതാ, ആ ആയത്ത് നീ ഓതുക. നല്ലപോലെ സ്റ്റഡിയായി നിൽക്കണം. ശേഷം ഫകബ്ബിർ, നീ തക്ബീർ ചൊല്ലണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ثم قرأ ما تيسر معك മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിനക്കറിയാവുന്ന ചെറിയ സൂറത്താണെങ്കിലും വലിയ സൂറത്താണെങ്കിലും നിനക്കറിവുള്ളത് നീ ഓതിക്കൊള്ളുക. ثم اركع حتى تطمئن راكعا, ശേഷം നീ റുകൂ ചെയ്യണം. ആ റുകൂയിൽ നീ അല്പസമയം അനക്കമടങ്ങണം. ഹത്താ തർകുഅ, നല്ല നിലയിൽ സമാധാനത്തോടുകൂടി റുകൂ ചെയ്യുക. ചില ആൾ, അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നമസ്കാരം പിന്തിച്ച് താമസിച്ചു വരുന്ന നമസ്കാരക്കാരെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മുനാഫിഖീങ്ങളാണ് അവർ. തിൽക സലാത്തുൽ മുനാഫിഖി യജ്ലിസു സുമ്മ യർഖബു ശംസ്, സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കിയിട്ടോ ഇങ്ങനെ ഇരിക്കും. സമയമായില്ല, കാത്തു കൊടുക്കാറായില്ല, സ്കരിക്കാറായില്ല, ഇങ്ങനെ സൂര്യൻ പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ബീച്ചിൽ പോയിരുന്നിട്ട് താന്നില്ല, എത്തിയില്ല, അസർ ഇനി സമയം കിടക്കുന്നു, ആ കടലിൽ വീഴുന്നവരെ സമയമുണ്ട്, ഇപ്പോഴുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ പിശാചിന്റെ കോലത്തിലെത്തി അത് മൊത്തം മറയുന്നത് വരെ എത്തും. ശേഷം ഓടി വരും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. 4 റക്അത്ത് നമസ്കരിച്ച 4 റക്അത്ത് അവൻ കൊത്തി 4 റക്അത്ത് അവൻ കൊത്തി. കമാ യർകുഉൽ ഗുറാബു അദ്ദമ, കമാ യർഖുദുൽ ഗുറാബു അദ്ദമ,
രക്തം കാക്ക കൊത്തിയെടുക്കുന്നത് പോലെ കൊത്തുന്നത് പോലെ ഇവൻ 4 റക്അത്ത് വന്നു കൊത്തി. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. ഈ നമസ്കാരത്തിൽ ഇവൻ അല്പമല്ലാതെ ഇവനൊന്നും ഓതിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? സമയമില്ലല്ലോ. ഈ സമയമില്ലാത്ത സമയം നമസ്കരിക്കാൻ വരുമ്പോ ഈ നമസ്കാരക്കാരനെ കുറിച്ചാ പറയുന്ന മുനാഫിക്കിന്റെ നമസ്കാരം. തിൽക സലാത്തുൽ മുനാഫിഖ്. ഇതാണ് മുനാഫിക്കിന്റെ നമസ്കാരം. കാക്ക കൊത്തുന്നത് പോലെ കൊത്തുക. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അങ്ങനെ സമാധാനത്തോടുകൂടി നീ റുക്ഉ ചെയ്യ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളുടെ റുക്ഉ ശരിയായില്ല എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസല്ലിൻ ഇല്ലാ വ മലകുൻ അൻ യമീനിഹി വ മലകുൻ അൻ ശിമാലിഹി. ഒരു നമസ്കാരക്കാരൻ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അവന്റെ വലതു ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ, ഇടതു ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ. ഫഇദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ സഇദത് ഇലസ്. ആരൊരാളുടെ റുകൂഉം സുജൂദും സമാധാനത്തോടെയാണ് അവൻ മുതുകു വളച്ച് നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കാരം ആകാശത്തേക്ക് ഉയരുമത്രേ. ഫഇല്ലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വലൽ ഖിറാഅത ഫീഹാ. ആരൊരാളുടെ നമസ്കാരത്തിലെ റുകൂഉോ സുജൂദോ ഖുർആൻ ഓതലോ ശരിയായില്ല എങ്കിൽ യുലഫു കമാ كما يلف الثوب الخلق ويضرب على وجه صاحبها. പഴന്തുണി ചുരുട്ടി കൂട്ടപ്പെടുന്നത് പോലെ ചുരുട്ടിക്കൂട്ടി ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലായോ? ആകാശത്തേക്ക് ഉയരുകയില്ല. റുക്ഉ ശരിയായില്ല എങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, സഹോദരാ, നീ നമസ്കരിക്കാൻ നിന്നാൽ ഹത്താ തത്മഇന്ന റാക്കിയ, സമാധാനത്തോടെ നീ റുക്ഉ ചെയ്യണേ. പിന്നീട് റുക്കൂയിൽ നിന്ന് നീ സ്റ്റഡിയായി സമാധാനത്തോടെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തണേ. ധൃതി പിടിച്ച് നീ സുജൂദ് ചെയ്യരുത്. സമാധാനത്തോടെ മുതുക് വളച്ചുകൊണ്ട് നീ സുജൂദ് ചെയ്യണമേ. അല്പസമയം നീ സുജൂദിൽ കിടക്കണമേ. പിന്നീട് അല്പം സാവകാശത്തോടെ നീ ഇരിക്കണമേ. വീണ്ടും നീ സമാധാനത്തോടു കൂടി സുജൂദ് ചെയ്യണമേ. എല്ലാ നമസ്കാരത്തിലും ഇതേപോലെ സാവകാശത്തോടെ നമസ്കരിക്കണമേ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ സാവകാശം നമസ്കരിക്കണമെങ്കിൽ നേരത്തെ വരണ്ടേ? സമയത്തിന് മുമ്പ് വരണ്ടേ? പാതി സമയത്ത് സമയം തീരാറാകുമ്പോൾ വന്നാൽ എങ്ങനെ നമസ്കരിക്കാൻ പറ്റും? ആ നമസ്കാരമാണ് മുനാഫിക്കിന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ സല്ലാ അന്നഹു റആ റജുലൻ യുസല്ലി. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ നമസ്കരിക്കുന്നത് കാണുകയാ. വലാ യുതിമ്മ റുകൂഅഹാ വലാ സുജൂദഹാ. ആ നമസ്കാരത്തിലെ റുകൂഅോ സുജൂദോ ശരിയായ വണ്ണം നിറവേറ്റാതെ ഒരു ചെറുപ്പക്കാരൻ കാക്ക കൊത്തുന്നത് പോലെ കൊത്തി നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നമസ്കാര ശേഷം അദ്ദേഹത്തെ വിളിക്കുകയാ, ഏയ് വാ ഇവിടെ, മുന്തു കം തുസല്ലി ഹാദിഹി സലാ. നീ എത്ര നാൾ കൊണ്ടാ ഇങ്ങനെ നമസ്കരിക്കുന്നത്? മുന്തു 40 സന, 40 വർഷക്കാലം ഞാൻ നമസ്കരിക്കുന്നത് ഇതേ കോലത്തിലാണെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാ. 40 വർഷമാണ് എങ്ങനെ നമസ്കരിക്കുന്നത്? ആ സഹോദരൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നക ലം തുസല്ലി മുൻദു 40 സന വ ഇൻ മുത്ത
തമുത്ത അലാ ഗൈരി ഫിത്റത്തി മുഹമ്മദിൻ. നീ 40 വർഷം പോയിട്ട് 40 ദിവസം പോലും നീ നമസ്കരിച്ചിട്ടില്ല. നിന്റെ ഈ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുമില്ല. ഇതേ കോലത്തിലാണ് നീ നമസ്കരിച്ച് മരണപ്പെടുന്നതെങ്കിൽ മുത്ത അലാ ഗൈരി ഫിത്റത്തി മുഹമ്മദിൻ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മില്ലത്തിൽ നിന്ന് പുറത്തായവനായ അവസ്ഥയിലായിരിക്കും നീ മരണപ്പെടുക. ഈ നമസ്കാരം മുനാഫിഖീങ്ങളുടെ നമസ്കാരമത്രേ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ധൃതി പിടിച്ച് നിസ്കരിക്കുന്ന ഓർത്തോളി. സമാധാനത്തോടുകൂടി സാവകാശത്തോടുകൂടി സമയമെടുത്ത് നമസ്കരിക്കണം. അതിനാണ് നേരത്തെ പള്ളിയിൽ വരണമെന്ന് പറയുന്നത്. നേരത്തെ വരണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ജമാഅത്ത് നമസ്കാരം നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ വഖത്തിൽ തന്നെ നമസ്കരിക്കണം. രണ്ടാമത്തെ വഖത്തിൽ നമസ്കരിച്ചാലോ അവരെ കുറിച്ചുള്ള എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോളേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഫഖാല ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ, പ്രാരംഭ സമയത്ത് തന്നെ നമസ്കരിക്കുക. വമൻ തറക സ്വലാത്ത ഫലാ ദീന ലഹു, ആരൊരാൾ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവർക്ക് ദീനില്ല, മതമില്ല. വസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം ഇസ്ലാമിന്റെ തൂണാണ്.